കണ്ണടച്ച് തുറക്കണ പോലെ നമ്മുടെ ദിവസങ്ങൾ പോയത് അറിഞ്ഞതേ ഇല്ല. വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ നാളെ നാട്ടിൽ നിന്ന് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പൊ പാക്കിങ്ങും അടുക്ക് പെറുക്കലൊക്കെ ആയിട്ട് ഭയങ്കര തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അതെ, എന്റെ വീട്ടിലെ സുഖവാസം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഏട്ടന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ വണ്ടി നിറയെ സാധനങ്ങളായിട്ടാണ് നമ്മൾ പോകാറുള്ളത്. ഇതിൽ നമ്മുടെ വീട്ടാരങ്ങള് വാഴക്കൊലി തേങ്ങയൊക്കെയാണ്. ഈടിയായിട്ട് ഇവിടെ വന്നു നിന്ന് തിരിച്ചു പോകുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിങ്ങലാണ്. പാറുകുട്ടി ഇവിടെ വീട്ടിൽ വരുമ്പോഴാണ് വീട് തന്നെ ഒന്ന് ഉണരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾ ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ എല്ലാവർക്കും വിഷമാണ്. പണ്ട് ഇതുപോലെ ഞങ്ങളുടെ വരവും കാത്ത് എന്റെ അമ്മമ്മയും അച്ഛനെല്ലാം കാത്തിരുന്നതാണ് കേട്ടോ. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഇക്കാല ഓർമ്മകളിൽ എന്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നത് അമ്മ വീടും അവിടുത്തെ കുറെ ഓർമ്മകളൊക്കെയാണ്. അങ്ങനെ പേരൊക്കെയെല്ലാം കല്ലിറങ്ങി തോട്ടി വെച്ചെല്ലാം പറിച്ച് ഉപ്പ് മുളകും കൂട്ടി കഴിച്ചതും പാടത്തു നിന്നുള്ള മീൻപിടുത്തവും കള്ളിയെല്ലാം വരച്ചുള്ള കക്കുകളിയും ഒളിച്ചുകളി തൊട്ടുകളി അങ്ങനെ ഒരുപാടുണ്ട് ലിസ്റ്റില്. ഇതൊക്കെയായിരുന്നു ഞങ്ങൾ 90s കിഡ്സിന്റെ മെയിൻ ആയിട്ടുള്ള വെക്കേഷൻ പരിപാടികൾ. ആ ഒരു സമയങ്ങളൊക്കെ ഇപ്പൊ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഉമ്മയെ ചോദിച്ച അമ്മ കുറെ നേരമായിട്ടുണ്ട് അവളുടെ പിറകെ നടക്കാൻ തുടങ്ങിയിട്ട്. കുറുമ്പെല്ലാം കാട്ടി ഒരു ഉമ്മയെല്ലാം കൊടുത്ത് താഴെ ഇറങ്ങിയിട്ടുണ്ട് ആള്. എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പാറക്കുട്ടിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അമ്മയാണ്. കളിക്കാനും തുള്ളാനും ചാടാനും എല്ലാറ്റിനും അമ്മയാണ് കേട്ടോ കൂടെ ഉണ്ടാവുക. ഈടായിട്ട് അച്ഛനും അവളുടെ കുറുമ്പന് ചെറുതായിട്ടൊക്കെ കൂടെ കൂടാറുണ്ട്. പോവാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഓരോ കുറുമ്പും കാട്ടിക്കൊണ്ട് നടക്കാൻ കേട്ടോ. പാറക്കുട്ടിയുടെ ഒരു പ്രസൻസ് എന്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരോളം ചില്ലറയല്ല. അങ്ങനത്തെ ഈ യാത്രയെല്ലാം പറഞ്ഞ് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയെല്ലാം ജീവിച്ചിരിക്കുന്ന കാലം തന്നെയാണ് കേട്ടോ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ അച്ഛനമ്മയും നമുക്കായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുമ്പോൾ അതിന്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. എനിക്ക് എന്റെ അമ്മമ്മയും അമ്മച്ചനെയും നഷ്ടപ്പെടുന്നിടത്തുനിന്നാണ് കേട്ടോ അതിന്റെ ഒരു ഡെപ്ത് എത്രത്തോളാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും വീടുകൾ തമ്മിൽ അടുത്തടുത്തായതുകൊണ്ട് തന്നെ ഇതേ പോയി ഇതാവെന്ന് പറഞ്ഞ പോലെ ഒന്ന് എത്തി നോക്കി പോവാറാണ് കേട്ടോ പതിവ്. എന്തായാലും ഇത്തവണ എനിക്ക് കുറച്ച് ദിവസമെങ്കിലും അവിടെ പോയി നിൽക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തേക്ക് നമ്മൾ ഏട്ടന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ടാട്ടന്മാരെ പറ്റിക്കാനായിട്ടാണ് പാറക്കുട്ടിയെ ഒളിച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷെ ടാട്ടന്മാര് അപ്പുറത്തെ പറമ്പിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒളിച്ചിരുന്നിടത്തുനിന്ന് തനിയെ എണീറ്റ് വരേണ്ടി വന്നു. കുട്ടന്റെ നമ്മുടെ സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാത്രി നല്ല പൊരിഞ്ഞ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഇടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഇവിടുന്ന് നാളെ ഏർലി മോർണിംഗ് ബാംഗ്ലൂരേക്ക് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഡിന്നറെല്ലാം കഴിച്ച് കിടക്കാന്ന് വിചാരിച്ചു. നമ്മുടെ കുഞ്ഞാപ്പിയുടെ കൂടെ ഇരുന്നു കേട്ടോ കുറച്ചു നേരം. മതി 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 കുട്ടീനെ വാങ്ങതാ പാവം. ഇത് നമ്മുടെ മാവിൽ നിന്ന് പറിച്ചിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പം അത് വരാനായിട്ടുള്ള ശ്രമത്തിലാണ് ആള്. ദൈവമേ, മാങ്ങയില് കുളിച്ച് മൊത്തം മാങ്ങാ ഫേഷ്യല് മാങ്ങാ ഫേഷ്യല്. വാവേ